മകന്റെ കൊച്ചിനെ കളിപ്പിക്കാനും കൊഞ്ചിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കില്ലെന്നാ തോന്നുന്നത്. പിന്നെ പറയാതെ 2-2.5 കൊല്ലമായി ചെറുക്കന്റെ കല്യാണം കഴിഞ്ഞിട്ട്. ഇത് പെറാത്തതങ്ങാണ്ട് അതാ തോന്നുന്നത്. ഇതുവരെ ഒരു അനക്കവും കാണുന്നില്ല. ഞാൻ പറയും, ഒരു അനാഥപ്പെടിനെ കല്യാണം കഴിച്ചപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞോ? കൂട്ടുകാരും കൂട്ടി അവൻ രജിസ്റ്റർ ഓഫീസിൽ പോയി കല്യാണം കഴിച്ച് വിളിച്ചോണ്ട് വന്നു. പിന്നെ മകൻ ഇഷ്ടപ്പെട്ടതല്ലേ, എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് സ്വീകരിച്ചു. ഇതിപ്പോ പെറാത്തതാന്ന് അവന് പറഞ്ഞു കാണിയല്ലോ. എടി, അന്നേരം ചികിത്സിച്ചൊന്നുമില്ലേ? ആശുപത്രിയിലൊന്നും കാണിച്ചില്ലേ? എന്ത് ചികിത്സ? എന്റെ പൊന്നു സുമതി, ഈ പെണ്ണിന് PCOD ഉണ്ട്. 3 മാസം 4 മാസം കൂടുമ്പോഴാണ്ട് ഇതിന് പീരീഡ്സ് ആവുന്നത്. പെറ്റതുവാ. എന്നാ ഇത് നേരത്തെ അങ്ങാണ്ടുള്ളതാ. തന്തയും ഇല്ല തള്ളയും ഇല്ല, ഈ അനാഥാലയത്തിലൊക്കെ വളരുന്ന ഇതൊക്കെ ആര് ശ്രദ്ധിക്കാനാ? എന്റെ മോന്റെ ജീവിതം പോയി, അത് പറഞ്ഞാൽ മതിയല്ലോ. അന്നേരം ഞാൻ അവനോട് പറഞ്ഞതാ, ഈ അനാഥപ്പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം, എടാ വേണ്ട, ശരിയാവത്തില്ല, അനാഥപ്പെണ്ണിനെ ഒന്നും വേണ്ടെന്ന്. അന്നേരം അവൻ ഈ പെണ്ണിനെ മാത്രം മതിയായിരുന്നു. ഇപ്പൊ പറഞ്ഞിട്ടെന്താ കാര്യം? നീ ഇങ്ങനെ വിഷമിക്കാതെ. നിന്നോട് ഞാനൊരു കാര്യം പറയാം. എന്റെ കെട്ടിയവന്റെ മുതലാളിയില്ലേ, അയാളുടെ മോക്ക് കല്യാണം ആലോചിക്കുന്നുണ്ട്. നമുക്ക് ആ പെങ്കൊച്ചിനെ കൊണ്ടൊന്ന് ആലോചിച്ചാലോ, നിന്റെ മോനെ? പക്ഷെ ഇതിനെ ഉപേക്ഷിക്കണം. ഒന്ന് പൊക്കെ എന്റെ സുമതി, തമാശ പറയാതെ. പിന്നെ വലിയ മുതലാളി ഇപ്പൊ അയാളുടെ മോളെ കൊണ്ട് എന്റെ മകനെ കെട്ടിച്ചതുവാ. എടി, തമാശ പറഞ്ഞതല്ല. അവർക്കൊരു പാവം പിടിച്ച ചെറുക്കനെ വേണ്ടത്. അത് അടങ്ങി ഒതുങ്ങി അവരുടെ ഷോപ്പുകളും അവരുടെ പറമ്പുകളും ഒക്കെ നോക്കി നടത്താനും ഒക്കെ വിദ്യാഭ്യാസം വേണം. ജോലി ഒന്നും നോക്കുന്നില്ല. ചെറുക്കന്റെ വിദ്യാഭ്യാസം മാത്രം, ചെറുക്കന്റെ സ്വഭാവം മാത്രമേ നോക്കുന്നുള്ളൂ. പാവപ്പെട്ട ചെറുക്കനെ മതിയെന്ന് പ്രത്യേകം പറഞ്ഞെന്നാ പറഞ്ഞേ. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. അവര് സമ്മതിക്കൂ? അവര് സമ്മതിക്കും എന്നുള്ള കാര്യമൊക്കെ എനിക്ക് ഉറപ്പുണ്ട്. ചെറുക്കനെ കാണാനും എടുക്കലല്ലേ. പക്ഷെ ഇപ്പൊ ഉള്ളതിനെ ഉപേക്ഷിക്കണം. പക്ഷെ എന്റെ മോനെ ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. അവൻ ഏതാണ്ട് മടുത്ത മട്ടാന്നേ. അത് മാത്രമല്ല, ഒരു കൊച്ചിനെ വേണമെന്ന് അവൻ അത്ര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവനെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാം. പിന്നെ അവളുടെ കാര്യമല്ലേ, അവളോട് എന്തെങ്കിലും പറഞ്ഞ് ഞാനത് ശരിയാക്കിക്കോളാം. എന്തായാലും ഇങ്ങനെ വിട്ടാ പറ്റിയല്ല. എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് രണ്ടുപേരെ മനസ്സിലാക്ക്. പിന്നെ ഇത് എങ്ങാനും വിട്ട് കളയണ്ട. കാരണം നല്ല സ്വത്തും മുതലും ഒക്കെ ഉള്ള പെങ്കൊച്ച. കേട്ടല്ലോ പറഞ്ഞത്? നിന്റെ മോന് വരാൻ പോകുന്ന സൗഭാഗ്യം ഒന്ന് കൂട്ടിയാൽ മതി. അതുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. പക്ഷെ ഡോക്ടർ പറഞ്ഞത് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ എന്തായാലും ഉണ്ടാവുന്നില്ലേ? ഡോക്ടർ പറയുന്നത് കേട്ടപ്പോ എനിക്കും പ്രതീക്ഷയുണ്ട്. എനിക്കൊന്നും വയ്യ കണ്ട ആശുപത്രി കയറി ഇറങ്ങാൻ. പക്ഷെ ഡോക്ടർ അത്ര ഉറപ്പ് പറഞ്ഞതല്ലേ? എന്റെ കേസിൽ ഡോക്ടർക്ക് അത്ര ഉറപ്പുണ്ടെന്ന് പറഞ്ഞതല്ലേ? പിന്നെ ഡോക്ടർമാർ പലതും പറയും, അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട്. പ്രസവിക്കുവാണെങ്കിൽ പ്രസവിക്കട്ടെ, അല്ലാണ്ട് ചികിത്സയൊന്നും ചെയ്യാൻ പറ്റിയില്ല. അമ്മ, എന്നോട് ഇതിനൊന്നും പറയരുതമ്മ. പ്രസവിക്കാൻ കഴിയുമെന്ന് എനിക്ക് അത്രയ്ക്കും വിശ്വാസമുണ്ട്. ഡോക്ടർ അതുപോലെ ഉറപ്പ് പറഞ്ഞതാ. കുറച്ചു നാളത്തെ ചികിത്സ മതിയാവുന്ന ഡോക്ടർ പറഞ്ഞത്. എന്റെ മോന്റെ ജീവിതമാണ്. എനിക്ക് ആകപ്പാടെ ഒരേ ഒരു മോനെ ഉള്ളെന്ന് നിനക്കറിയാലോ. അവന്റെ ജീവിതം വെച്ചിട്ട് ഇങ്ങനെ പരീക്ഷിക്കാനൊന്നും എനിക്ക് പറ്റിയല്ല. അവനെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. അവന് കാര്യങ്ങളൊക്കെ മനസ്സിലാകുകയും ചെയ്തു, അവൻ സമ്മതിക്കുകയും ചെയ്തു. ഇനി നീ ഒന്ന് ഒഴിവായി തന്നാ മതി. നീ ഒന്ന് കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ ഒന്ന് എടുക്ക്. ഞാൻ എങ്ങോട്ട് പോകുമ്പേ? എനിക്ക് ആരാ ഉള്ളത്? നിങ്ങളല്ലാതെ ആരും ഇല്ലല്ലോ എനിക്ക്. എങ്ങോട്ട് പോകുന്ന ഓർത്ത് നീ വിഷമിക്കണ്ട. നിനക്കൊരു ജോലി ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. വലിയ തറവാട്ടുകാരാണ് അവര്. അവിടെ നിനക്ക് വലിയ പണിയൊന്നും ഉണ്ടാവൂല. കാരണം ഓരോന്നിനും ഓരോ ജോലിക്കാരൊക്കെ ഉണ്ട് അവിടെ. അടുക്കളപ്പണിയൊന്നും ഒട്ടും നീ ചെയ്യേ വേണ്ട. അവിടുത്തെ മുതലാളിയുടെ ഭാര്യ തളർന്നു കിടക്കുക. ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് അരയ്ക്ക് താഴോട്ട് തളർന്നു പോയതാ. അവരുടെ കാര്യം മാത്രം നീ നോക്കിയാൽ മതി. വേറെ ഒന്നും നീ നോക്കുകയേ വേണ്ട. നിനക്ക് അവിടെ നല്ല സുഖമായിരിക്കും. അവര് മാസം മാസം നല്ല ശമ്പളവും തരും. അപ്പൊ ശരിക്കും എന്നെ പറഞ്ഞു വിടാൻ തന്നെ തീരുമാനിച്ചല്ലേ? നീ ഒന്ന് മനസ്സിലാക്ക് ഞാൻ പറയുന്നത്. എന്റെ വിഷമം ഒന്ന് മനസ്സിലാക്ക്. എനിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? കുറച്ചുനാൾ ചികിത്സിച്ച് നോക്കിക്കൂടെ? എന്നെ ഉപേക്ഷിച്ച ഞാൻ എന്ത് ചെയ്യും? അതൊന്നും എനിക്കറിയില്ല. അമ്മ പറയുന്നത് ഇനിയെങ്കിലും ഞാൻ കേട്ടില്ലെങ്കിൽ എൻ്റെ ജീവിതം നശിച്ചു പോവുള്ളൂ. വേറൊന്നുമില്ല, അമ്മ നിനക്കൊരു ജോലി ആക്കി തന്നിട്ടില്ലേ, തൽക്കാലം നീ എന്തെങ്കിലും ചെയ്യേ. എന്റെ പൊന്നു സുമതി, നീ പറഞ്ഞിട്ടല്ലേ ഈ കല്യാണം നടത്തിയത്? എന്നിട്ട് എന്റെ മോന്റെ ജീവിതം ഇപ്പൊ എന്റെ എടി. അത് പിന്നെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ അറിഞ്ഞോ? വീടിന് പുറത്തിറങ്ങാറില്ല എന്റെ മോൻ. ആരോടും മിണ്ടാറുമില്ല, ചിരിക്കാറുമില്ല. ആകെ തകർന്നുപോയി. ആ പെണ്ണിന് 2 വയസ്സുള്ള ഒരു ആങ്കൊച്ചുണ്ടായിരുന്നേ. അത് മറച്ചു വെച്ചിട്ടാ നിന്റെ കെട്ടിയവന്റെ മുതലാളി അയാളുടെ മോളെ കൊണ്ട് എന്റെ മോനെ കെട്ടിച്ചത്. അറിയാവോ നിനക്ക്? ഒരു കൊച്ചുണ്ടെന്നല്ലേ ഉള്ളൂ. അത് സാരമില്ലാന്നങ്ങ് വെച്ചാ പോരായിരുന്നോ? ഇതിപ്പോ ഇതിനും 2ാം ഘട്ടല്ലേ. ഒരു കൊച്ചുണ്ടെങ്കിൽ എന്താ, എന്ത് ഭംഗിയാ പെണ്ണിനെ കാണാൻ വേണ്ടിട്ട്. ഇഷ്ടംപോലെ സ്വത്തും പണവും ഇല്ലേ? എന്റെ പൊന്നു സുമതി, അതല്ല കാര്യം. പിന്നെ ആ കൊച്ചിന്റെ അച്ഛനെ അവളെ കൊച്ചിനെ അന്വേഷിച്ചു വന്നു. അയ്യോ, ഇതൊന്നും എനിക്കറിയത്തില്ലായിരുന്നടി, സത്യമായിട്ടും. എന്നിട്ട്
ഇയാള് പിന്നെ താഴ്ന്ന ജാതിക്കാരനെ മോള് പ്രേമിച്ചെന്ന് മനസ്സിലാക്കിയപ്പോ അവനെ അടിച്ചൊതുക്കി കള്ളക്കേസിൽ ജയിലിലാക്കിയതാ. അവൻ പുറത്തിറങ്ങിയപ്പോ അവന്റെ കൊച്ചിനെ അവളെ അന്വേഷിച്ചു വന്നു. ഹാ, പിന്നെ എന്റെ മോൻ തന്നെ അവരെ ഒന്നിപ്പിച്ചു. അങ്ങനെ അവൻ ഇവിടെയോ ആയി. ദൈവമേ, പാവപ്പെട്ട ആരും ഇല്ലാത്തൊരു അനാഥപ്പെടിനെ കരയിച്ച് ഇറക്കി വിട്ടില്ലേ, അതിന്റെ ശാപമായിരിക്കും. അനുഭവിക്കാതിരിക്കാൻ പറ്റുമോ? അത്ര വലിയ പാപമല്ലേ ഞാൻ ചെയ്തത്. ഇപ്പൊ ആലോചിച്ച് നോക്കുമ്പോ. എടി, അത് പറഞ്ഞപ്പോളാ, അവളെ എവിടെയോ ജോലിക്ക് കൊണ്ടാക്കിയേക്കുമല്ലേ. ആരുമില്ലാത്ത അനാഥപ്പെണ്ണല്ലേ, ഒരു കാര്യം ചെയ്യ്, നീ പോയിട്ട് അതിനെ വിളിച്ചോണ്ട് വാ. അത് വന്നോളും. ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലല്ലോ. അതുകൊണ്ട് അതിനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതിനെ തിരിച്ചു വിളിച്ചോണ്ട് വാ. അതേടി, ഞാനും അത് ആലോചിക്കാതിരുന്നില്ല. ഇപ്പം അവള് കുറച്ച് ദൂരെയാ, അപ്പൊ ആ വീടൊക്കെ എനിക്കറിയാം. അപ്പൊ ഞാൻ ഓർക്കുമായിരുന്നു, ഞാനും മോനും കൂടെ നാളെ രാവിലെ തന്നെ അവളെ കാണാൻ പോയാലോ എന്ന്. കാര്യങ്ങൾ പറഞ്ഞാൽ അവള് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. നീയും കൂടി ഒന്ന് വാ, സമയം ഉണ്ടെങ്കിൽ നാളെ നമുക്ക് പോയിട്ട് വരാം. അവളെ കയ്യോടെ കൂട്ടിക്കൊണ്ട് വരാം. ആ, നാളെ ഞാനും കൂടെ വരാം എന്നാ. അപ്പൊ ഞാനായിട്ട് വരുത്തി വെച്ചതല്ലേ, ഞാനും കൂടെ വരാം. ആ, നമ്മള് വിളിച്ച അവള് വരുമോ അമ്മേ? എടാ, പിന്നെ വരാതെ അവൾ എങ്ങോട്ട് പോകാനാ? ആരാരും ഇല്ലാത്തവള്. അവളാണെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. നീ ഒന്ന് ചെന്നിരുന്നെങ്കിൽ ഓർത്തിരിക്കുവായിരിക്കും. നമുക്ക് പോയി വിളിച്ചോണ്ട് വരാം, നീ പേടിക്കണ്ട. നോക്കിയിരുന്നാ മതി എന്റെ മോൻ. അവള് വരും കേട്ടോ. അവള് വരുമോ അച്ഛാ? അവൾക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാ. എടാ മോനെ, അതിന് അവളുടെ ഭർത്താവ് സമ്മതിക്കണ്ടേ? ഭർത്താവോ? അവക്കോ? അവളുടെ കല്യാണം കഴിഞ്ഞു, അവക്ക് 2 ഇരട്ട പിള്ളേരുണ്ട്. അവള് കല്യാണം കഴിച്ച് അവക്ക് ഇരട്ടപ്പിള്ളാരുണ്ടായിന്ന്. നിങ്ങൾ എന്താ കിടന്നപ്പോ വല്ല സ്വപ്നം കൊണ്ടോ മനുഷ്യ? എനിക്ക് മനസാക്ഷി ഉണ്ടടി. ആ പെണ്ണിനെ ഇവിടുന്ന് ഇറക്കി വിട്ടിട്ട് ഞാൻ അതിനെ പോയി കാണുകയോ അന്വേഷിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. ആ പെൺകൊച്ചിന്റെ പരിചരണം കൂടെ തടന്നു നടന്ന മുതലാളിയുടെ ഭാര്യ 1 വർഷം കഴിച്ചില്ല. അതിനു മുമ്പ് എഴുന്നേറ്റ് ഓടി നടന്നു. അറിയാമോ നിനക്ക്? കൊള്ളാം. എന്നിട്ട് ആരാ അവളെ കെട്ടിയതാരാ? അവരവരുടെ മകനെ കൊണ്ട് കെട്ടിച്ചു. മുതലാളി മകനെ കൊണ്ട് കെട്ടിച്ചു. ഇവിടെ എവിടുന്നോ സിനിമ കണ്ടതിന്റെ കഥയായി പറയുന്നത്. സിനിമ കഥയല്ലാണ്ട്. എടി പോയി അന്വേഷിക്കടി. അപ്പൊ നിനക്ക് കാര്യം അറിയാലോ. ഞാൻ പറയുന്നത് നിങ്ങൾ 2 പേരും വിശ്വസിക്കണ്ട. പോയി അന്വേഷിച്ച് നോക്ക്, അന്നേരം അറിയാൻ പറ്റുമല്ലോ. അവരുടെ മകൻ ഏതാണ്ട് ബന്ധം പിരിഞ്ഞതോ എന്തൊക്കെ പ്രശ്നമായിട്ടൊക്കെ ബന്ധം പിരിഞ്ഞതാ. അപ്പൊ ഈ പെൺകുച്ചിനെ കണ്ട് ആ ചെറുക്കാൻ അങ്ങ് ഇഷ്ടമായി, കല്യാണം കഴിച്ചു. അങ്ങനെ ഞാനും കൂടെ പോയായിരുന്നു കല്യാണത്തിന്. ഞാൻ അവരോട് പറഞ്ഞിരുന്നേ ഉള്ളൂ. എന്തിനു പറയേണ്ട കാര്യം. ഞാനും കൂടെ പോയി നിന്ന് കല്യാണം നടത്തി കൊടുത്തു. 1 വർഷം ആയപ്പോഴത്തേക്കും പെണ്ണു വെച്ചു എന്റെ പിള്ളേര്. സംശയമുള്ളവർക്ക് അമ്മയ്ക്കോ മോനോ ആർക്കാന്ന് വെച്ചാൽ പോയി നോക്കാം. അല്ലെങ്കിൽ അവളെ ആർക്കാ ഇഷ്ടപ്പെടാത്തത്? ആരും ഇല്ലാത്ത അനാഥപ്പെടാന്നും വിചാരിച്ച് നല്ല മഹാലക്ഷ്മിന്റെ പോലത്തെ ഒരു പെൺകൊച്ച്. വീട്ടിൽ കയറി വന്ന മഹാലക്ഷ്മിയെ കരയിച്ച് ഇറക്കി വിട്ടു. അനുഭവിക്കുക. പോയി നോക്ക് സംശയമുള്ളവർ. ആ, എടാ മോനെ, നീ പോയി അന്വേഷിച്ചോ? അച്ഛൻ പറഞ്ഞത് നേരൊന്നും അല്ലല്ലോ. അച്ഛൻ പറഞ്ഞ നേരാ അമ്മേ. അവളുടെ കല്യാണം കഴിഞ്ഞു. ഇരട്ട പിള്ളേരാ, 2 ആൺമക്കള്. എന്നാലും കല്യാണം കഴിഞ്ഞ് ഇത്ര പെട്ടെന്ന് പിള്ളേരും ആയോ? അമ്മ കാരണം ഇപ്പൊ എന്റെ ജീവിതം ഇങ്ങനെ ആയേ. അവളെ കൊണ്ട് ചികിത്സിച്ചാൽ മതിയായിരുന്നു. ഞാൻ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചാൽ എന്നെ ഉപദേശിക്കേണ്ട അമ്മ തന്നെ എന്റെ ജീവിതം തകർത്തു. പറഞ്ഞിട്ട് കാര്യമില്ല.